ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്ക് ബുക്ക്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായ സ്വീറ്റ് റെസിപ്പിയാണ്, തേൻ ജിലേബി. സാധാരണ ജിലേബി ഉണ്ടാക്കാൻ നമുക്ക് ഉഴുന്നുമാവ് ഒക്കെ എടുത്ത് അരച്ച് കുറച്ച് സമയം എടുക്കുന്ന പ്രൊസീജിയറാണല്ലോ. ഇത് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അരിപ്പൊടി 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, പപ്പടം 3 എണ്ണം, തേൻ 2 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് പപ്പടം ഒന്ന് കുതിർത്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് പപ്പടം ഒന്ന് കുതിരാൻ വെക്കാം, ഒരു 10 മിനിറ്റ് നേരം. ഇനി ഈ പപ്പടം നമുക്ക് കൈകൊണ്ടൊന്ന് തിരുമി യോജിപ്പിക്കാം. ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ പപ്പടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബാക്കി ചേരുവകൾ, അതായത് അരിപ്പൊടി, തേൻ, ഒരു നുള്ളുപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജിലേബി കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ബാഗ് ഒന്ന് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കവർ, പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായി കെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും.
വറുത്ത് വെച്ചിരിക്കുന്ന ജിലേബികളെല്ലാം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ നന്നായി സോക്ഡായ നമ്മുടെ ജിലേബികളെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ കുറച്ച് ഹണി ഒഴിച്ച് വെളുത്ത എള്ളു കൂടി ചേർത്ത് നമുക്ക് അലങ്കരിക്കാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ജിലേബിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പികൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. Keep on watching Needu's Cookbook.